ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ക്യാൻസർ റണ്ണിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കച്ചിബോളി സ്റ്റേഡിയത്തിൽ നിന്ന് അവിടെ ഓടാൻ പോവുക. അവിടെ ചെല്ലുമ്പം മറ്റു മെഡൽ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ BSc-ക്കാർ പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ ഞാൻ അന്നോട്ട് കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി. എന്നിട്ട് ഈ മാസം എക്സാമും കൂടെ ഒക്കെ ആയപ്പോൾ മൊത്തം അതിൻ്റെ ഇതിലായിപ്പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഞാൻ അതിനെപ്പറ്റി ഓർത്ത പോലുമില്ല. പിന്നീട് മാം ഇങ്ങനെ വന്നിങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ദിവസം. എങ്ങനെയാവുമെന്ന് പറഞ്ഞൂടാ. ഞങ്ങൾക്ക് അവിടുന്ന് ടീഷർട്ടൊക്കെ കിട്ടി. കഴിഞ്ഞ വർഷം ഇതേ കളറിൽ സെയിം ഓറഞ്ചിൽ ഫുൾ ഓറഞ്ച് വന്നിട്ട് ഇതുപോലെ ഇതുണ്ടായിരുന്നു അവർക്ക് എംബ്ലം. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഇത് കിട്ടി. പക്ഷെ എനിക്കിതായിരുന്നു കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട, ഞങ്ങളുടെ കുറേ കൂടെ എനിക്കിഷ്ടപ്പെട്ട. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോഴൊക്കെ കാണാം. ഇനി താഴെ ഇപ്പം സമയം എത്ര ആയെന്ന 3:30. ഞങ്ങളൊരു 17 ഞങ്ങൾ എന്തുവാ പറയണം, എത്ര മണിക്ക് എണീറ്റ്? 2 മണിക്ക് എണീറ്റ്. 1:45 അലാറം വെച്ച 2. പക്ഷെ ഞാനും അശ്വതിയും കൂടെ കിടന്നിറങ്ങിയത് 12:30 ആയപ്പോൾ. ഞങ്ങൾ എന്നിട്ട് 1:45 അലാറം ഇവിടെ കേട്ടോണ്ടിരുന്നു. പിന്നെ 2 മണിയെപ്പോഴേ എണീറ്റുള്ളൂ. ആകെ 1.5 മണിക്കൂറൊക്കെ ഉറങ്ങിയുള്ളൂ ഞങ്ങളിന്ന്. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റ്, ഇന്നലെ തൊട്ടേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഇന്നത്തെ ദിവസം ഇങ്ങനെയാവും എന്നറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കൊരു ഇതുണ്ട്, ഇത് നമ്പർ ആയിട്ടുള്ള ഒരു പേപ്പർ വന്നിട്ടുണ്ട്. എൻ്റെ നമ്പർ 32798. റൺ ഫോർ ക്രേസ്, സ്ക്രീൻ ഫോർ ലൈഫ്. യെസ്. ഞങ്ങൾക്ക് സേഫ്റ്റി പിന്നും തന്നിട്ടുണ്ടായിരുന്നു. ഇതിനിയിപ്പം ഇവിടെ നമ്മളുടെ ടീഷർട്ടിൽ പിൻ ചെയ്ത് വെക്കണം. യെസ്. സൺഡേ 12th October 2025. കയ്യിൽ ഇതൊക്കെ ഇട്ടൊന്ന് നോക്കി, പക്ഷെ കൊള്ളായിരുന്നു. ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇപ്പം കണ്ടു കാണും ബാധി, എന്നാലും ഞാൻ കാണിച്ചു തരാം സെപ്പറേറ്റ്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ശരി, ഇവിടെ വെട്ടാൻ ഭയങ്കര സൗണ്ട് ആണെങ്കിൽ മൈൻഡ് ചെയ്യേണ്ടത്. എങ്ങനെ അവര് ഫ്രണ്ട്സ് തമ്മില. ഹായ് ബോലോ. ഖറാബ് ഇത് ഞങ്ങളപ്പോൾ പ്രോഗ്രാമിന് ചെന്ന് പോയിട്ടൊക്കെ വരുമ്പോൾ ഈ കൊലമൊന്നും ആയിരിക്കൂല. ഡാൻസ് സെബാസ്റ്റ്യൻ. നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഓ കറക്റ്റ് റണ്ണർ റോൺസാലി. എന്ത് രാത്രിയല്ലേ, എനിക്ക് എൻ്റെ നെഴുതി എന്നെ കഴിക്കാൻ പൂരിയായിരുന്നു. ഞാൻ വീഡിയോ എടുത്തില്ല അന്നേരം. ഞാൻ കഴിക്കാനൊരു മൂടൊന്നുമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. രാവിലെ ഇത്രയും വെളുപ്പിന് കഴിച്ച് കഴിക്കാന്ന് വെച്ചാൽ. എന്നാലും നമ്മൾ ബസ് നമ്പർ 3 ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ 3 തപ്പിക്കൊണ്ടിരിക്കും. പോയി സീറ്റ് പിടിക്കട്ടെ. ഇവിടെ വെട്ടയില്ലാത്തൊരു ഫ്ലാറ്റ്. ട്രീസ വേറെ ബസ്സിലാണ്, നമ്മൾ 3 പേര് ഒരു ബസ്. ഹായ് ഹായ് ബൈ ഹായ് ബൈ ഹായ്. നമ്മളെല്ലാവരും കയ്യിൽ സാധനമൊക്കെ ഇട്ടിരിക്കും. അവസാനം ഇതെല്ലാം കൂടെ ഇളകി മീൻസ് ഊരിയിട്ട് ഞാൻ കൊണ്ടുപോയി പോക്കറ്റിനകത്ത് പോയി. അതായിരിക്കും സംഭവിക്കുന്നത്. നിങ്ങൾ എക്സൈറ്റഡ് അങ്ങനെയല്ലേ ഗീത?
കാര്യം പറഞ്ഞാ നീ വോയിസ് ബോക്സ് എടുത്ത് വിഴിഞ്ഞ കുറച്ച് സെക്കൻഡിനോട് വായിപ്പിച്ച് പറ ഒന്ന് ചിരിയേ മനസ്സിലായിടും. ഇവള് കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. അപ്പോഴത്തേക്കും ഭയങ്കര ഒച്ചത്തില്ലേ എന്താ പറയണ ഇവിടെ ഹൈപ്പിച്ചിലോട്ട് അതും പറയാൻ പറ്റില്ല. ഇങ്ങനെ സെക്കൻഡ് മീൻസ് നോർമലി സംസാരിച്ചോണ്ടില്ല പെട്ടെന്ന് സെക്കൻഡിലുള്ള ഇങ്ങനെ ഹൈപ്പിച്ചിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയി. അല്ല ഇപ്പൊ നോർമലാ പക്ഷെ ഇങ്ങനെ എന്താ കോമഡി ഇപ്പം ഞാൻ ഈ നോർമൽ സംസാരിക്കുമ്പോൾ ഒരാൾ സംസാരിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞ് പറയുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ആണോ നല്ല ഒറ്റയടിക്ക് അവളങ്ങ് ഇത്രക്ക് വെച്ച് പറഞ്ഞു. ഇവിടെ എല്ലാരും ഫിസിയോതെറാപ്പിയിലെ ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, നമ്മുടെ നേഴ്സസ് ഉണ്ട് അല്ലേ, എല്ലാരും ഉണ്ട്. ആടി അവളും ഉണ്ടോ? എത്തി നമ്മളെത്തി. കാണാൻ പറ്റത്തില്ല. ഹാൻസിനെ കാണാൻ ഹാൻസി എത്തണം. ബാക്കിൽ വേറെ ബസ്. എല്ലാരും നല്ല കൂടത്തോടെ കൂട്ടിപ്പിടിച്ചെടുക്ക. ഭയങ്കര തണുപ്പ് ഇവിടെ. ഒരുത്തി ഈ സാമാനം ഇട്ടിട്ട് തണുക്കെന്ന് പറയും. ഒന്നും ഇടാതെ ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുക. ഇങ്ങനെ നീപ്പിയാലേ കാര്യം എല്ലാരും ഉണ്ട്. മോനിസ്ക ഉണ്ട്. അത് തിരിക്കണ്ട. ജെസിയ ഉണ്ട്. എല്ലാരും ഉണ്ട്. ട്രീസ് അവിടെ എവിടെ ഉണ്ട്. പോയി തപ്പി പിടിക്കുന്നതാണ്. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഒരു നല്ല തണുപ്പാണ് ഇവിടെ. അവിടെ കൂടെ കണ്ടാ അറിയാം മഞ്ഞിന്റെ ആ ഒരു അവിടെ എന്നെ നോക്കുന്നുണ്ടോ. തണുപ്പുണ്ട് കുറച്ച്. ഈ ഡിസംബറൊക്കെ ബസ് പോകുന്ന കൊറേ കണ്ടതാ. ഇനി ഇത്രയും കണ്ടാ മതി. Please stop this vlog for some time. We need to reach as soon as possible.
കളഞ്ഞു കിട്ടിയ ട്രീസേനെ കിട്ടി. ട്രീസേനെ കിട്ടി. തപ്പിക്കൊണ്ടിരിക്കുന്നു ഇത്ര നേരം. മനീഷ മനീഷ इसको भी लो, इसको भी, इसका पिक्चर. Tell something. Huh? No, not now. Not now. കളിക്കാം. നമുക്കിപ്പോൾ കളിക്കാം. ഞങ്ങൾ സുംബ ഡാൻസ് കളിക്കാൻ പോവാം. ബൈ. സുംബ ഡാൻസ് ആടിയത് നമുക്കെന്തില്ലാത്ത സുംബ ഡാൻസ്. ഞങ്ങള് 2K അല്ലേ നമ്മള് 2 കിലോമീറ്ററാ 2 കിലോമീറ്റർ അല്ലേ ഓടാൻ പോവേ. ഓക്കെ പറ. ഓക്കെ പോവാം. ഓക്കെ നമ്മള് 2 കിലോമീറ്റർ ഓടിയിട്ടും വരാൻ. ഇവിടെ തിരക്കായി. അയ്യോ കൂട്ടത്തൂടൊക്കെയാണ് നടക്കണ ഞങ്ങള്. ഇല്ല ആ വഴി അങ്ങ് പുറത്തോട്ട് ചാടാം. ഞാൻ വീഡിയോ ഓൺ ആക്കാതെ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടു. അവര് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അശ്വതി മടിച്ചുകളാകുമ്പോ ഇങ്ങനെ നടക്കും. ബാക്കിയുള്ളവര് കഷ്ടപ്പെട്ട് ഓടും. ചേച്ചിമാര് നോക്ക് നീ ഇതിനകത്തോട്ട്. കാണത്തില്ല ഒന്നാമത്തെ നീ കാണണ്ട. എന്റെ എക്സൈറ്റ്മെന്റ് എല്ലാം കുഴപ്പമില്ലാതെ തീർന്നു. 2 കിലോമീറ്റർ 2 മിനിറ്റ് അങ്ങോട്ട് ഓടിയതല്ലോ. പിന്നെ ഓടേണ്ടി വന്നില്ല. കുറെ നാള് ബ്രേക്ക് എടുത്ത് ഓടാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഓടാനൊന്നും പറ്റത്തില്ല. നല്ല എക്സസൈസ് ഒക്കെ വേണമല്ലോ ഒരിക്കലെങ്കിലും. ടാറ്റാ. രണ്ട് കിലോമീറ്റർ ഓടിയപ്പോൾ വെള്ളം കിട്ടി. അതിനകത്തൊന്നുമില്ലല്ലോ നീ കൂടി അപ്പൊ ഉണ്ടോ പറയാം. ഇനി നമ്മളിതിനകത്ത് കിട്ടും. നീ അടുത്തടുത്ത് വന്നാലേ കിട്ടും. അതിനകത്ത് കേറി നീ ഇങ്ങനെ തൊടാതെ എടി പേരെനിക്കില്ല ട്രീസേ. ആണെന്നങ്ങ് കരുതിക്കോ. വാ 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 ഞാൻ തഴുകാം. അടി ഉണ്ടാക്കണ റോഡിൽ പട്ടി കണക്ക് കടിക്കാൻ വരും. വീഡിയോ ഇട്ടേ അതുകൊണ്ടാണ്. ഞാൻ മാത്രമുള്ള നല്ല വെച്ച്. ഓ അതെ അവള് മാത്രമുള്ള ബാക്കി ഞങ്ങളെല്ലാം ഒഴിച്ച അവള് മാത്രം. നടക്കട്ടെ നടക്കട്ടെ. സ്വയം പുകഴ്ത്തൽ മരണത്തിന് തുല്യം. താങ്ക്സ്. എനിക്ക് മരിക്കാൻ ഇഷ്ടം. പിന്നെ ഇവിടെ ജീവിക്കണ്ടല്ലോ. ഓക്കെ താങ്ക് യു. കണ്ട ഇവിടെ വീടൊക്കെ ഓടിക്കാണോളുമാര്. ഇങ്ങനെ പോട്ടെ.
എല്ലാവരും ഓടി, ഞങ്ങൾ മാത്രം ഉണ്ട് കുറച്ച് ഓടിയിട്ട് ബാക്ക് വലിയ ആൾക്കാർ. മെഡലും വേണം. നീ വന്നതെന്നല്ല തീറ്റയ്ക്ക് മെഡലിനാ. റീൽ എടുക്കാൻ വേണ്ടി പറഞ്ഞു അഹങ്കാരം കണ്ടില്ലേ? തീറ്റയ്ക്ക് മെഡലിന് വേണ്ടി വന്നു. ഇഡ്ഡലി ഞാൻ തോന്നുന്നു, അപ്പവും ഗ്രീൻ പീസും ഒക്കെ എന്റെ മൈൻഡില്. അവിടെ ചെന്നല്ലോ ചീഞ്ഞാവും. എന്നാ പിന്നെ എന്റെ മൈൻഡിൽ ബിരിയാണിയാ. അത് രാവിലെ കിട്ടൂലല്ല, നമ്മുടെ നാട്ടിൽ അപ്പവും ഗ്രീൻ പീസും അല്ലേ. ശരി എന്നാ. മെഡൽ ഓടാതെ ഒരു നാണമില്ലാതെ ഞങ്ങൾ മെഡൽ വാങ്ങാൻ പോവാ. അവിടെ സൂംബ ഡാൻസ് നടക്കും, നമ്മളെവിടെ മെഡൽ വാങ്ങാൻ പോകും. എന്റെ ജീവിതത്തിൽ ആദ്യം വന്നിട്ടിവിടെ കുത്തി അടിച്ച് വെറുതെ ഇരിക്കുക. ഇവിടെ കണ്ടപ്പോ ഞങ്ങൾ പൂജാവോ സാക്കലി മീൻസ് പൂജ ഞങ്ങൾ ചുമ്മാ കളിയാക്കിയാണ് അവളെ. ഞങ്ങളിവിടെ ഒരു നടനെ കണ്ടു, പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ബാക്കിയുള്ളവർക്ക് അറിയായിരുന്നു, എനിക്ക് മാത്രം അറിഞ്ഞൂടാതെ. റിയൽ ലൈഫിൽ കാണാനും പിന്നെ സിനിമയിൽ കാണാനും ചെറിയ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം ഒരു റീലിങ്ങനെ കണ്ട ഒരു സിനിമയുടെ, പക്ഷെ എനിക്ക് കണ്ടിട്ട് വേറെ ആയിട്ടൊക്കെ തോന്നുന്നു. ഹായ് കുറേ ഹായ് ആയില്ല. ബൈ. ഓരോ ബസ് കിടക്കണേ, ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങളുടെ ബസ്. ഞങ്ങളുടെ ബസ് ഏറ്റവും ലാസ്റ്റ്. ഞങ്ങളുടെ ബസ്സും തേടി തേടി പോവുക. എന്തായാലും പോയി തപ്പട കിട്ടും. പോയി തപ്പി പിടിക്കട്ടെ. കുറേ ബസ്സുണ്ട്. ഭയങ്കര വെയില്. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ ചെന്ന് പിന്നെ തലയൊക്കെ കെട്ടി പിന്നെ ഇതായിട്ട് പിന്നെയും വന്നു. അവിടെ ചെന്നിട്ട് റീൽസ് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരു സ്പോട്ട് തിരിച്ച് അവിടെ ചെന്ന് റീലെടുക്കാൻ നിന്നപ്പം അവിടുത്തെ സെക്യൂരിറ്റി പിന്നെയും വന്ന് അവിടെ നിന്ന് വിസിലടിച്ച് ഞങ്ങൾ ഒട്ടിച്ചു. അടുത്തടുത്തായപ്പോൾ അവിടെയും ചെന്നപ്പോൾ പറഞ്ഞു, അവിടെയും ചെന്നപ്പോൾ അവരും ആ വിസിലടിച്ച് അവരെന്നെ ഓട്ടിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പക്ഷെ നല്ലൊരു സ്പോട്ടായിരുന്നു. ഞങ്ങൾ കളിക്കാൻ നിന്ന സ്ഥലം നല്ലതായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ഇപ്പോൾ കോളേജിൽ വന്നിട്ട് എടുക്കാമെന്നൊക്കെ വെച്ചിട്ട് ഇവിടെ വന്ന് റീൽസ് എടുക്കണം. പക്ഷെ അത് ഞാൻ ജസ്റ്റ് ബ്ലൂബറായിട്ടില്ല വീഡിയോ പോസ്റ്റ് ചെയ്യും. കാരണം എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തോ എനിക്കിഷ്ടമായി.
ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇവിടെ വെച്ചെടുക്കാം. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കൊന്നും ആ പോകുന്ന സ്ഥലത്ത് വെച്ച് റീലെടുത്താൽ കൊള്ളാം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. ഭയങ്കര അടിയാണ്. ട്രീസ റീൽ ഏതോ പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് എവിടെ അവള് കുപ്പി എറിയുന്നു. Who are you girl? എടി പോയോ അവള്? എടി ട്രീസേ ഏത് വീഡിയോ വേഗം പറ. ഇപ്പൊ എടുക്കാം, പിന്നെ എടുക്കാൻ പറ്റൂലേ? ഞാൻ കളിച്ചില്ലല്ല. ആ ഞാൻ ചാടുമായിരുന്നു. നല്ല വെയിലുണ്ട്. ഞാൻ ഇവക്ക് എന്തോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അതും കൂടെ ചെയ്യാൻ പോയി. രണ്ടും നടന്നു അല്ലേ? രണ്ടും നടന്നു. ട്രീസ് അടി ഉണ്ടാക്കി പോവുകയും ചെയ്തു. അത് മൈൻഡാക്കണ്ട, കുറയ്ക്കുമ്പോൾ ശരിയാവും. എന്നിട്ട് പുതിയ വല്ല വീഡിയോ ഇട്ട് വരും. എന്നിട്ട് എടി അത് ചെയ്യാവൂ ഇത് ചെയ്യാവൂ. ഇച്ചിരി നേരത്തുള്ള 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് വെച്ച് എടി അവൾക്ക് ചെയ്യാൻ ഒന്നാതെ വലിയ താല്പര്യം ഉണ്ടായത് അവളപ്പം തന്നെ നിന്നേ. കള്ളി ബൈ ബൈ പറ. എനിക്ക് കഴിക്കുന്ന കാണിച്ചാലോ എന്ത് പൂജ ഓക്കെടാ ബൈ. ഇല്ല ബൈ ഗൈസ്, ബൈ ബൈ.